ഹെവി മെൻസ്ട്രൽ ബ്ലീഡിംഗ് തടയുന്നതിന് വേണ്ടി ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണല്ലോ മെറീന. അതിനെക്കുറിച്ച് സംസാരിക്കാം. മിറേന എന്ന് പറയുന്നത് കോപ്പർട്ടി പോലെ ഉള്ള ഒരു ഡിവൈസാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സർഫസിൽ നമ്മൾ പ്രൊജസ്ട്രോൺ എന്ന് പറഞ്ഞ ഹോർമോണാണ് കോട്ട് ചെയ്തിരിക്കുന്നത്. ഈ പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെ റിലീസ് ഡെയിലി അതൊരു കണ്ടൻറ്റ് എമൗണ്ട് റിലീസ് ചെയ്യും. അപ്പോൾ അത് ഈ ബ്ലീഡിങ്, ഹെവി ബ്ലീഡിങ് നമ്മൾ പ്രിവെൻറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നതിന് സഹായിക്കും. അപ്പോൾ ഇതിനകത്ത് ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ പ്രൊജസ്ട്രോൺ ടാബ്ലറ്റ് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ യൂട്രസിനകത്താണ് ഇടുന്നത്. അപ്പോൾ പ്രൊജസ്ട്രോൺ ഇതിൽ നിന്ന് റിലീസ് ചെയ്യുന്ന വഴി നമുക്ക് അങ്ങനെ ഒരു ഇത് ഒഴിവാക്കാൻ പറ്റും. ഈ മെറീനയ്ക്ക് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ? മെറീനയ്ക്ക് സാധാരണ കാണുന്ന സൈഡ് എഫക്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ തുടക്കത്തിൽ ഇടുന്ന സമയത്ത് ഒരു ഇറഗുലർ ബ്ലീഡിങ് കാണും. ചിലപ്പോൾ എന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊരു ബ്ലീഡിങ്, ഇൻ്റർമെൻസ്ട്രൽ ബ്ലീഡിങ് പോലെ വരാം. അല്ലെങ്കിൽ ചിലർക്ക് ഇത് കംപ്ലീറ്റ്ലി അത് ബ്ലീഡിങ് നിൽക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇത് ബ്ലീഡിങ് നിൽക്കുന്ന വഴി പേഷ്യൻ്റെ ഹീമോഗ്ലോബിൻ ഇത് ഇൻക്രീസ് ചെയ്യുകയൊക്കെ ചെയ്യും. ഹീമോഗ്ലോബിൻ കൗണ്ടൊക്കെ ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ട് രക്തക്കുറവൊക്കെ പരിഹരിക്കപ്പെടാനും പറ്റും. പിന്നെ ഈ മിറേന എന്ന് പറഞ്ഞ പ്രൊഡക്റ്റിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ചിലർക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ അത് എക്സ്പെൽ ചെയ്ത് പോകാനുള്ള സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ഇത് ഇടുന്നതിന് മുമ്പ് സ്കാൻ ചെയ്ത് അകത്ത് യൂട്രസിൻ്റെ അകത്ത് ഇന്നർ സർഫസിൽ ഇറഗുലാരിറ്റീസ് ഒന്നുമില്ല, ചില ഫൈബ്രോയിഡുകൾ അങ്ങനത്തെ ഒന്നുമില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തിയിട്ടാണ് ഇത് ഇടുന്നത്. അതുവഴി നമുക്ക് ഈ എക്സ്പെൽഷൻ റേറ്റ് കുറയ്ക്കാനും പറ്റും. ഹെവി മെൻസ്ട്രൽ ബ്ലീഡിങ്ങിനല്ലാതെ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കാറുണ്ടോ? ഇത് നമ്മൾ അഡിനോമയോസിസ്, അതായത് യൂട്രസിൻ്റെ ഭിത്തിക്ക് കട്ടി കൂട്ടിയിട്ട് ചിലർക്ക് നല്ല പെയിൻ ഉണ്ടാകും, മാസം സമയത്ത് നല്ല പെയിൻ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാം. പിന്നെ അതോടൊപ്പം തന്നെ എൻഡോമെട്രിയോസിസ്, അതായത് ഒവേറിയൻ സിസ്റ്റ് ഉള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് യൂസ് ചെയ്യുന്ന വഴി വേദന നന്നായിട്ട് കുറയാൻ പറ്റും. പിന്നെ ഇതൊരു കോൺട്രാസെപ്റ്റീവ് ഡിവൈസ് കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് പ്രഗ്നൻസി ആകുന്നതിൽ നിന്ന് പ്രൊട്ടക്ഷൻ ഇതുവഴി കിട്ടുന്നതാണ്.